അല്ല യെസ് പാറു. എന്തു പറ്റി? അല്ല ഞാൻ മതിന്ന് വിചാരിച്ചു. അല്ല ഭടന്മാരൊന്നും ഇല്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കാൻ അത് നടുക്ക്. ഭടനല്ല ഭടൻ. ഭടൻ ആ എവിടെ പോയി? ഭടന്മാരെയൊക്കെ ഞാൻ പിരിച്ചു വിട്ടുന്നില്ല. തിരിച്ചു വിട്ടോ? ഷാനിക്കനെ വേണ്ട, ഇറങ്ങിപ്പോയെന്ന്. ഒരു അനുസരണ വേണ്ട ഇവർക്ക്. കൂടെ ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് അവര് പറഞ്ഞു. എനിക്കറിഞ്ഞൂടാ, അവര് ഇറങ്ങിപ്പോയി, അത് വളരെ വാക്കൗട്ട് നടത്തി. അത് എനിക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ അത് മോശമല്ലേ? ഒറ്റയാൾ പട്ടാളമായിട്ടിരിക്കുന്നത് ഒട്ടും മോശമല്ല. ഇല്ല, എന്തെങ്കിലും ബന്ധം, വിഷമാവില്ലേ? ഒരു ഒറ്റയാൾ പട്ടാളമായിട്ട് എന്തെങ്കിലും ബന്ധം കാണും, അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ലല്ലോ. അങ്ങനെയല്ലല്ലോ, എന്തേലും വേണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാനായിട്ട് എനിക്ക് വേണ്ട, അപ്പുറത്തെ ആൾക്കാരൊക്കെ അങ്ങനെ വേണ്ട. നമ്മൾ നുണ പറഞ്ഞ് ശീലിക്കും. അതുകൊണ്ട് എനിക്ക് അത് ഇഷ്ടമല്ല. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നോളാം. ഞാൻ മതി എന്നാണോ കൂടെ? എനിക്ക് നീ മതി ചക്കര, നീയാണല്ലോ എപ്പോഴും ഉള്ളത്. കൈയടിക്കടാ. ഞാൻ തന്നെ കൈയടിക്കാം. പക്ഷെ എന്നാലും ആ അപ്പുറത്തിപ്പുറത്ത് സീറ്റ് വെറുതെ കാലിയായിട്ട് കിടക്കുന്ന മോശമല്ലേ? ഒരിക്കലും നമ്മൾ അങ്ങനെ ഇടത്തില്ലല്ലോ. ആ ഇടത്തില്ല, അത് അറിയാം. എന്നിട്ട് ചുമ്മാ നമ്പർ ഇറക്കല്ലേ നോക്കിയതാ. എന്തായാലും അവരില്ലാത്ത നമുക്കൊരു സങ്കടം തന്നെയാണ്, തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. പക്ഷെ എന്നാലും നമ്മുടെ ഷോയുടെ ഒരു ഫോർമാറ്റിൽ നമുക്ക് എന്തായാലും അപ്പുറത്തിപ്പുറത്തെ ആൾക്കാർ വേണം. ചലച്ചാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഇരുത്താനായിട്ട് പറ്റില്ലെന്നാണ് ഇവിടുന്ന് സതീഷ് ചേട്ടന്റെ ഒരു ഉത്തരവ്. അപ്പൊ നമ്മളെ 2 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ആളെ ഞാൻ വിളിക്കാൻ പോവാണ്. ഒട്ടും എക്സ്പെക്ട് ചെയ്യുമോന്ന് എനിക്ക് അറിയില്ല, ബിക്കോസ് നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു അഭിബന്ധമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങൾ ഭയങ്കര ദോസ്തുക്കളാണ്. എനിക്ക് തോന്നുന്നു സൂപ്പർ സ്റ്റാറിൽ നമ്മളെ ഒരുപാട് തവണ ഈ ഒരു പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, സംസ്കൃതം, ഈ ഭാഷകളിലൊക്കെ ആള് പാടിയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ ഈ പേര് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആദ്യം ഒരു വാക്ക് പറഞ്ഞില്ലേ, ഒറ്റയാൾ പട്ടാളം, ആ വാക്കുമായിട്ട് ഒരു ബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ അപ്പുറം ഇപ്പുറം ആളില്ലേ? അതല്ല, ഒറ്റയാൾ പട്ടാളം എന്ന് പറഞ്ഞ ഒരു സിനിമ, അതിലെ സംഗീത സംവിധായകൻ ഞാനാണ്. ഈ സംഗീത സംവിധായകന്റെ ആ പാട്ട് ആള് പാടിയിട്ടുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വേണിച്ചേട്ടനെ നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക്. ഹലോ ശരത്. ഹലോ വേണിച്ചേട്ടാ, നമസ്കാരം. കെട്ടിപ്പിടി അവിടെ വന്നിട്ട് അതുണ്ടാവൂ? ഉണ്ട്. കെട്ടിപ്പിടിക്കണ്ടേന്ന്. ഹായ് ഹായ്. എന്തായാലും ഒറ്റയാൾ പട്ടാളത്തിന്റെ സൈന്യാധിപൻ അവിടെ ഇരിക്കുന്നു. ആദ്യമേ തുടങ്ങിയതേ അതിൽ നിന്നാണ്. വേണിച്ചേട്ടാ, കുറേ സന്തോഷം. കാര്യം നമ്മൾ കണ്ടിട്ട് കുറച്ച് കാലം, നോട്ട് മിയർ വേർഡ്സ്, ശരിക്കും സന്തോഷം. എത്രയായി ശരിക്കും കണ്ടിട്ട്? ഞങ്ങൾ കണ്ടു കുറച്ചായെന്ന് തോന്നുന്നു. ഒരു വർഷം, ഒരു വർഷത്തിന് മേളിലായി. ഓ, അപ്പൊ കെട്ടിപ്പിടുത്തത്തിന് ഇത്തിരി ബലം കൂടും. വേണിച്ചേട്ടാ, ശബ്ദത്തിന് എന്ത് പറ്റി? ഞാനൊരു മഞ്ഞുമലയുടെ മുകളിലായിരുന്നു, പറയുന്നുള്ളൂ. അല്ല വേണിച്ചേട്ടാ, ഹിമക്കരടിയോ എന്തിനാ അവിടെ കയറി? 35th വെഡിങ് ആനിവേഴ്സറി. ഭാര്യയുടെ താല്പര്യം ആരും പോകാത്ത സ്ഥലം കാശ്മീർ. കാശ്മീരിലെ ദൈവമേ, കഷ്ടപ്പെട്ടു പോയി കേട്ടാ. തണുത്ത് വിറച്ചോ വെഡിങ് ആനിവേഴ്സറി? 15 ദിവസം വിറച്ച് തൊണ്ടയും എല്ലാം ശരിയായി. സോ ഹാപ്പി. ഇപ്പൊ സന്തോഷം കൂടി. എന്നാലും എങ്ങനെയുണ്ട് അവിടെ പോയിട്ട് വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആഘോഷിച്ചപ്പോ? സൂപ്പർ. പാറു, ഞാനൊരു എന്തൊക്കെയാണ് വേണിച്ചേട്ടൻ നിൽക്കുമ്പോ ഒരു കാര്യം പറയാം. വേണിച്ചേട്ടന്റെ എത്രാമത്തെ ആഘോഷമായിരുന്നു? 80ാം വർഷം, 35th ഞങ്ങളെല്ലാം ഉണ്ട്. എം ജയചന്ദ്രൻ, ഞാന്, ചൈത്ര ചേച്ചി, എല്ലാവരും ഉണ്ട്. അത് 30th. അപ്പൊ 35th എന്നെ വിളിച്ചില്ല. അല്ല, ഞാൻ പറഞ്ഞ അതല്ല, വേണിച്ചേട്ടൻ പാടുന്ന കാര്യമാണ്, വെഡിങ്ങിന്റെ കാര്യമല്ലോ. 30th അത് സെലിബ്രേഷൻ ഭയങ്കര ഭീകരമായിട്ട് നടക്കും. അപ്പൊ എല്ലാവരും വന്നിട്ട്, കാര്യം വേണിച്ചേട്ടൻ അത്ര ഡീസന്റ് ആയിട്ടൊരു മനുഷ്യനല്ലേ. അപ്പൊ ദാസേട്ടൻ വരുമ്പോൾ, വേണുവിനെ പോലൊരു ചെറുപ്പക്കാരനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതേപോലെ ദാസേട്ടൻ പറയും. ഭയങ്കര സൈലൻസ്, ഈ ക്രൗഡ് മുഴുവനെ ആരും മിണ്ടുന്നില്ല. എനിക്ക് പറയുന്ന ഒരു സഞ്ചയനത്തിന് വന്ന പോലെ എല്ലാവരും ഇരിക്കും, ആരും കൈ തട്ടുന്നില്ല. ഇങ്ങനൊക്കെ ആകുമ്പോ ആ കട്ടത്തിലെ തുണിയൊക്കെ മാറുമ്പോൾ ഉള്ള ശബ്ദമേ ഉള്ളൂ. അപ്പൊ വേണിച്ചേട്ടൻ അടുത്ത എന്നെ വിളിച്ച്, അപ്പൊ ഞാൻ സംസാരിക്കാൻ കയറിയപ്പോ അതുവരെ ഞാനും ഇങ്ങനെ വേണിച്ചേട്ടൻ ദൈവമാണെന്നൊക്കെ പറഞ്ഞിട്ട് വരാനായി ഇരുന്നത്. പോകുന്ന വഴിക്ക് എന്നെ കെട്ടിപ്പിടിച്ചിട്ട്, എടേ അണ്ണാച്ചി എന്നെ കോനെ അടിക്കല്ലേ, അതാരും എന്റെ സ്പാർക്ക്. അവിടെ ഞാനവിടെ കയറിയിട്ട് പറഞ്ഞു, വേണുചേട്ടനെ പോലെ ഇത്ര ഒരു ഡീസന്റ് ആയിട്ടൊരു മനുഷ്യൻ നമ്മൾ കണ്ടില്ല. ഒരു
ഇപ്പം നമുക്ക് വെളി പറയാൻ പറ്റാത്ത ഒരു തമാശ വേണുചേട്ടൻ്റെ അടുത്ത് നമ്മൾ സ്റ്റുഡിയോയിൽ പറയുകയാണെങ്കിൽ പോലും ശരത്തെ 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ബാത്റൂമിനകത്ത് കയറി കഥ അടിച്ച് ചിരിക്കുന്ന ആളാണ്. അങ്ങനെയൊന്നുമില്ല, അത്ര ഇല്ല അല്ലേ അത്രയില്ല, ബാത്റൂമിൽ കയറത്തില്ല, എന്റെ ബക്കി പോയി നിന്നിട്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ടപ്പോ എല്ലാരും പഴയ പോലെ ഇരിക്കുക. ഞാൻ പറഞ്ഞു, എന്തിനാ വേണിച്ചേട്ടാ ഇത്രയും ഡീസന്റ് ആവുന്നത്, മഹാവൃത്തികേടല്ലേ, എന്നെ എം ജയച്ചനെ ഒക്കെ നോക്ക്, ഞങ്ങൾ അടിച്ചു കുളിക്കാം. പാവപ്പെട്ട ജയചന്ദ്രന് മുൻപിലിരിക്കുകയായിരുന്നു, പുള്ളിയും കൂട്ടുപിടിച്ചു. അതാണ് ഒത്ത അലമ്പായി. അപ്പോഴാണ് ഓഡിയൻസ് കുറച്ച് ഒന്ന് ഓണായത്. അതൊക്കെ ആലോചിച്ച് ഞാൻ വേണിച്ചേട്ടനെ കണ്ടപ്പോ സന്തോഷം ശരത്. പഴയ കാര്യങ്ങളെല്ലാം വീണ്ടും 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 ഓർമ്മ വരികയാണ്. വേണുചേട്ടാ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് തവണ ജി വേണുഗോപാൽ എന്ന് നമ്മൾ ഇങ്ങനെ ഈ പേരുകൾ ഇങ്ങനെ നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ ഈ വേദിയിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. നമ്മുടെ കുട്ടികൾ ഒത്തിരി പാട്ടുകൾ പാടി വേണുചേട്ടന്റെ ഇവിടെ. അതാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർസ്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോ മായാമഞ്ചലിനെ പറ്റി പറയാതെ പോവാൻ പറ്റില്ല നമുക്ക്. എങ്ങനെയായിരുന്നു അതിന്റെ റെക്കോർഡിംഗ് സെഷൻസ്? ഈ ഒരു മ്യൂസിക് കമ്പോസർ എന്നെക്കാട്ടിലും നന്നായിട്ട് പറയാനുള്ള പ്രാപ്തി ആൻഡ് റൈറ്റ് അവിടെ ഇരിക്കുന്നു. മൈ മ്യൂസിക് കമ്പോസർ അദ്ദേഹം പറയും. ഇല്ല വേണിച്ച, ഞാന് മായാമഞ്ചൽ ചെയ്യുന്ന സമയത്ത് അത് ചെയ്തിട്ട് അത് നമ്മുടെ അപ്പൊ രാജുവേട്ടൻ ഇവരൊക്കെ ഞാൻ പറഞ്ഞല്ലോ, TK രാജീവ്കുമാർ അദ്ദേഹമാണ് അതിന്റെ ഡയറക്ടർ. അദ്ദേഹവും വേണുചേട്ടനും ശ്രീനിവാസേട്ടൻ ഇവരെല്ലാം ഒരു ഗ്യാങ് ആയിരുന്നു. അവരുള്ള മ്യൂസിക് പ്രോഗ്രാംസ് രാജുവേട്ടൻ ട്രിപ്പിൾ കോങ്കോ എന്താ വായിക്കുമായിരുന്നല്ലേ. അപ്പോൾ അറേഞ്ച് ഈ ഫുള്ള് സെറ്റപ്പ് ആക്കുന്നതൊക്കെ രാജുവേട്ടനായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് എടേ ഈ പാട്ട് നമ്മുടെ വേണുവിനെ കൊണ്ട് പാടിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വേണുചേട്ടനെ അറിയാവുന്ന വേണുചേട്ടൻ വേറെണ്ണം അറിയാമോ, ഈ യൂണിവേഴ്സിറ്റി അത് എത്ര അതൊന്നും വേണുചേട്ടൻ, അത് വേണുചേട്ടനാണ് പറയേണ്ടത്, നമ്മളല്ല പറയേണ്ടത്. 1980 to 85 5 times യൂണിവേഴ്സിറ്റി ലൈറ്റ് മ്യൂസിക് വിന്നറായിരുന്നു, ഫസ്റ്റ് പ്രൈസ്. അങ്ങനെയാണ് എനിക്ക് വേണുചേട്ടനെ അറിയാവുന്നത്. ജി വേണുഗോപാൽ എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മൾ ജി വേണുഗോപാൽ എന്ന് കേട്ട് ഞാൻ മര്യാദ കൊണ്ട് വേണുചേട്ടൻ വന്നപ്പോ വേണുഗോപാൽ ജി എന്ന് വിളിച്ചു. അറിയാണ്ട് തിരിഞ്ഞു. ബാക്കി കേക്ക്. അപ്പൊ ഈ രാജുവേട്ടൻ പറഞ്ഞിട്ടപ്പോ വേണിച്ചേട്ടൻ എനിക്ക് തോന്നുന്നു ഉച്ച സമയത്ത് എന്തോ വന്നെന്ന് തോന്നുന്നു. നമ്മുടെ വുഡ്ലാൻഡ്സിലായിരുന്നു കമ്പോസ്, വുഡ്ലാൻഡ്സിലോ വാങ്കുരയിലോ അപ്പൊ വുഡ്ലാൻഡ്സിൽ വേണിച്ചേട്ടൻ വന്നപ്പോ ഇതുപോലെ തന്നെ ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്ന പോലെ അന്ന് മറ്റേ ഈ സെന്റ് വിൽപ്പനക്കാരന്റെ ഉടുപ്പല്ലായിരുന്നു. കൊറേ പോക്കറ്റും സെന്റ് ഇട്ടിട്ട് നമ്മുടെ ചിന്നക്കടയിലൊക്കെ നിൽക്കും. അല്ല, അതിലൊരു തമാശയുണ്ട്. ശരത്ത് പറയുന്നത് ഞാൻ വന്ന ഉടനെ എന്നെ ഹലോ വേണുഗോപാൽ ജി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല, ഐ ആം ജി വേണുഗോപാൽ. എന്റെ പേര് അങ്ങനല്ലേ. വളരെ ഡീസന്റ് ആയി തിരിച്ചൊരു തമാശ പറഞ്ഞതാണ്. ശരി അണ്ണാ, ഞാനിത് പറയട്ടെ. അപ്പൊ വേണുചേട്ടനെ ആദ്യമായിട്ട് കാണുമ്പോൾ നല്ല സുമുഖനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ. എനിക്ക് കണ്ടപ്പോഴേ വേണുചേട്ടനെ ഇഷ്ടമായി. നല്ല സുന്ദരൻ, സുമുഖൻ, നല്ല വളരെ വൃത്തിയായിട്ട് മലയാള ഭാഷ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മളെപ്പോലെ ചുമ്മാ എന്തെങ്കിലും വായി വന്നത് വേണുചേട്ടൻ പറയാറില്ല. എല്ലാം വളരെ കൃത്യം. ശരത്ത് കുറച്ച് സ്ഥലം തന്നാൽ എനിക്ക് അവിടെ ഇരിക്കാമായിരുന്നു എന്നൊക്കെ അത്ര. അപ്പോഴത്തേ ഞാനും പേടിച്ചു, എന്റെ ദൈവമേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നില്ല. ഇപ്പൊ വേണുചേട്ടൻ്റെ പാട്ട് പറഞ്ഞു കൊടുത്തു. ഇപ്പൊ അടുത്ത ദിവസമാണെന്ന് തോന്നുന്നില്ല വേണുചേട്ടൻ റെക്കോർഡിംഗ്. അടുത്ത ദിവസം വേണുചേട്ടൻ അസാധ്യമായിട്ട് പാടി. ഒറ്റയ്ക്കില്ലായിരുന്നു. നമുക്ക് 5 ചെയ്യാമെങ്കിലും വേണുചേട്ടൻ മിക്കവാറും അത് പല്ലവി ചരണം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിരുന്നു. ഞാനും രാധിക തിലക്കും. രാധിക നമുക്ക് നമ്മുടെ കൂടെ ഇല്ല, മറ്റേത് സോളോ. അപ്പൊ വേണുചേട്ടൻ ഈ പാട്ട് അതില് കനകമന്ദാരമാല പ്രകൃതി തൂകുമീ നേരം അത് അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട്. അത് ഞാൻ വേണുചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. വേണുചേട്ടൻ ഈ ഒരു ലൈനാണ് ആസ് എ കമ്പോസർ എൻ്റെ നെഞ്ചിനകത്ത് കയറിയിരിക്കുന്നതെന്ന് വേണുചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ പാടിക്കഴിഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ ഇത്യാദികൾ അതൊക്കെ നടന്നു. അപ്പൊ അതിൽ കുറെ സന്തോഷം വേണുചേട്ടാ കണ്ടതില്. ക്ഷീണിച്ച് പറഞ്ഞു കെട്ടിപ്പിടുത്തം. അല്ല വേണുചേട്ടാ, ഈ മ്യൂസിക് കമ്പോസറിനെ ആദ്യമായിട്ട് ആ പാട്ട് പാടുമ്പോഴാണല്ലോ കണ്ടത്. എങ്ങനെ ഉണ്ടായിരുന്നു ശരത് സർ എന്ന് പറഞ്ഞ മ്യൂസിക് കമ്പോസർ? അതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എന്റെ ഓൾ ടൈം ഫേവറേറ്റ് കമ്പോസേഴ്സ് ആണ്. അതിൽ ഒരാളാണ്. ഏറ്റവും 250 കമ്പോസേഴ്സ് ഉണ്ട്. അല്ലല്ല, അത്രയൊന്നും ഇല്ല. നമുക്ക് അല്ല, ഒരു പാട്ടുകാരന് നമുക്ക് ഒരു കമ്പോസറെ ഇഷ്ടപ്പെടണമെന്ന് പറയുമ്പോൾ ആ ഒരു കോമ്പോസിഷനിലുള്ള ഒരു സ്നേഹമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ വേണുചേട്ടാ, സൗണ്ട് ഓക്കെ അല്ലാന്ന് അറിയാം, പക്ഷെ എന്നാലും നമുക്ക് വേണ്ടി ഒരു 2 പേര് അതൊക്കെ പാടിത്തരും. വേണുചേട്ടൻ പാടിത്തരും. ശരി. ഏത് പാട്ടാ വേണുചേട്ടാ ഞങ്ങൾക്ക് വേണ്ടി പാടാൻ പോകുന്നേ? കൈ നിറയെ വെണ്ണതരാം. അപ്പൊ ദാ വേണുചേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് പാട്ട് പാടാൻ പോവാണ്. നേരിട്ട് കേൾക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും കിട്ടുകയാണ് കേട്ടോ.
ലാ 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 ലാ. കൈ നിറയെ വെണ്ണ തരാം, കവിളിലൊരുമ്മ തരാം, കണ്ണൻ കവിളിലൊരുമ്മ തരാം. കൈ നിറയെ വെണ്ണ തരാം, കവിളിലൊരുമ്മ തരാം, കണ്ണൻ കവിളിലൊരുമ്മ തരാം. നിമ്മടി മേലെ തല ചായ്ച്ചുറങ്ങാൻ, നിമ്മടി മേലെ തല ചായ്ച്ചുറങ്ങാൻ കൊതിയുള്ളൊരുണ്ണീതാ ചാരി. കൈ നിറയെ വെണ്ണ തരാം, കവിളിലൊരുമ്മ തരാം, കണ്ണൻ കവിളിലൊരുമ്മ തരാം. താങ്ക് യു വേണിച്ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ ദാ ശരത് സാറിന്റെ തൊട്ടടുത്ത് പോയിരുന്നു. കൈ നിറയെ വെണ്ണ തരാം, കവിളിലൊരുമ്മ തരാം, കണ്ണൻ കവിളിലൊരുമ്മ തരാം. കൈ നിറയെ വെണ്ണ തരാം. എങ്ങനെ ഉണ്ടായി കെട്ടിപ്പിടിച്ചിട്ട് ഒരു വർഷത്തിന് ശേഷം? വേണിച്ചേട്ടനെ എത്ര കെട്ടിപ്പിടിച്ചിട്ടുള്ളത്, കെട്ടിപ്പിടിച്ച് ബോറടിച്ച്. ബോറടിച്ചല്ലേ? പക്ഷെ എനിക്ക് വേണിച്ചേട്ടനെ കുറെ ഇഷ്ടമാണ്. എന്തുണ്ടെങ്കിലും ഞങ്ങള് തമാശകളൊക്കെ ചിലത് ഷെയർ ചെയ്യും. നമുക്ക് ചിലപ്പോൾ ചിരി വരത്തില്ല. വേണിച്ചേട്ടനായതിന് ഞാൻ ഭയങ്കര സ്മൈലി ഒക്കെ അയച്ച് വേണിച്ചേട്ടനെ സന്തോഷിപ്പിക്കും. പിന്നെ കുറച്ച് കുശുമ്പും ഞങ്ങള് പലരെ പറ്റി കുറ്റം പറയും. അതൊക്കെ ഉണ്ടെങ്കിലല്ലേ രസമുള്ളൂ. വേണിച്ചേട്ടനാണോ കൂടുതൽ കുറ്റം പറയുന്നത്, ശരത് സാറാണോ കൂടുതൽ കുറ്റം? വേണിച്ചേട്ടൻ തുടങ്ങി തരും, ബാക്കി ഞാൻ പറഞ്ഞു തീർക്കും.